പിന്നെ ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത്? ആരാ ശ്രീരാമെന്ന് മനസ്സിലാക്കിയോ? മുഹമ്മദിന് ഇവിടെ എത്രയും മുമ്പ് ഈ ജീവിച്ചിരുന്ന ഭാരതീയൻ ഒരു ഏകദൈവ വിശ്വാസിയായിരിക്കും. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാണോ കഥ? പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ കാഫിർ എന്ന്. അങ്ങനെയല്ല, ഒരിക്കലുമല്ല. മൂസാ നബി തങ്ങളവകൾ ഓതിയ ആയത്തിന്റെ അതിൽ തന്നെയുണ്ട്. സ്വസ്തി പ്രജാപരിപാലയന്ത ന്യായേന മാർഗേണ മഹിമൈഷ ഓ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സ്വസ്തി പ്രജാപരിപാലയന്ത ന്യായേന മാർഗേണ മഹിമൈഷ ഓ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന് ചെല്ലണം. സംഖ്യകൾ രണ്ടു വിധമുണ്ട്. ഒന്നാമത്തേത് RSS എന്ന സംഘം, രണ്ടാമത്തേത് അമ്പലവാസികൾ എന്നറിയപ്പെടുന്ന ശൂദ്ര സംസ്കാരം താലോലിച്ചിരുന്ന ചതുർമതം എന്ന പഴയ വൈഷ്ണവ മതം. ചാതുർവർണ്ണ്യം ചതുർമത പണ്ഡിതരാണ് പൂശാരിമാർ എന്നറിയപ്പെടുന്ന നമ്പൂതിരിമാർ. കേരളത്തിൽ അയിത്തം, ദുർമന്ത്രവാദം, ആഭിചാരം എല്ലാം ഉണ്ടാക്കി സനാതനം തകർത്തത് ഇവരുടെ പൂർവികരാണ്. നരമ്പ് തിരുമാടം, വെള്ളനായര് എന്ന അകത്തു ചേർന്ന നായരും ശൂദ്ര സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇസ്ലാമും ക്രിസ്ത്യനും മറ്റ് സങ്കരമതങ്ങളും ശൂദ്ര സംസ്കാരമാണ്. അതുകൊണ്ടാണ് നമ്പൂതിരിമാർ അന്നും ഇന്നും ഇസ്ലാമിനൊപ്പം നിലകൊള്ളുന്നത്. എന്നാൽ പുറത്തു ചേർന്ന നായരും നാഗരും നായിക്കന്മാരും അടങ്ങുന്ന കറുത്ത നായരിന് നമ്പൂതിരി അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്നു. ഇവർ നമ്പൂതിരി സങ്കരം ഇല്ലാത്ത പുറത്തു ചേർന്ന നായരാണ്. ഇവരാണ് അന്ന് രാജാക്കന്മാരുടെ പട്ടാളക്കാർ. അകത്തുയർന്ന നായരിന് അന്ന് നമ്പൂതിരിമാരുടെ സെക്യൂരിറ്റി പണിയും സ്ത്രീകൾ വേലക്കാരികളുമാണ്.